ഇല്ല. ഓക്കെ. എല്ലാവരും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ബേസിക്കലി അറിയുന്ന ആളുകളാണ്. താങ്ക് യു. ഓക്കെ. അപ്പൊ ഒരുപാട് ആളുകൾ നല്ല ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ ലോകത്തിൽ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളായിരിക്കും. എന്തുകൊണ്ടാണ് ഈ മണി നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവുന്നത്? എന്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല? ഇതെല്ലാം വളരെ മനോഹരമായിട്ട് അതിന്റെ ഒരുപാട് മേഖലകളിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക? എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? എന്താണ് അതിൽ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ? ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൗ ടു മാനിഫെസ്റ്റ് എനിത്തിങ് എന്നുള്ളതാണ്. ഒരു 5 സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആർക്ക് പറയാൻ സാധിക്കാം? മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാനിഫെസ്റ്റേഷൻ, വാട്ട് ഡസ് മാനിഫെസ്റ്റേഷൻ മീൻസ്? ആർക്കും പറയാം? എന്താ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആരുമില്ലേ? കേൾക്കുന്നില്ലേ? സാർ, നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ മെഡിറ്റേഷനിലൂടെ, വിഷ്വലൈസേഷനിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ഷീല മാം. ഓക്കെ. സംതിങ് ദാറ്റ് ഈസ് പുട്ടിംഗ് ടു യുവർ ഫിസിക്കൽ റിയാലിറ്റി ത്രൂ തോട്ട്, ഫീലിങ്സ് ആൻഡ് ബിലീഫ്സ്. അല്ലെ? ഷീല മാം പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. എന്താണ്? നമ്മളുടെ ചിന്തകളിലൂടെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിലൂടെ നമ്മുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം. ഓക്കെ. അതിന് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻസ്, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ് ഓർ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ അടുത്ത് എന്നോട് ചോദിച്ചിരുന്നത്, ഏത് സമയത്തൊക്കെ വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നു? ഏതൊക്കെ സമയത്ത് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒപ്പീനിയനിൽ? ഏതൊക്കെ സമയത്ത് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും? മെഡിറ്റേഷനിൽ രാത്രി വിഷ്വലൈസേഷൻ ചെയ്യാം. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പും ഉണർന്ന ഉടനെയും. ഓക്കെ. ഉറങ്ങുന്നതിന് മുമ്പ് ഉണർന്ന ഉടനെ നമ്മൾ ആൽഫ, തീറ്റ, ബീറ്റ ഒക്കെ സ്റ്റേജിലാകുന്ന സമയത്ത് ചെയ്യാം. പിന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യാം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യാം. വേറെ ഏതൊക്കെ സമയത്ത് ചെയ്യാൻ പറ്റും? കേട്ടില്ല ശൈലമ്യ? എപ്പോഴും ചെയ്യാം. റൈറ്റ് ആൻസർ. നിങ്ങൾ കണ്ണടക്കാൻ പറ്റുന്ന ഏത് സിറ്റുവേഷൻസിലും വിഷ്വലൈസേഷൻ ചെയ്യും. ഓക്കെ. ഡ്രൈവിങ്ങിലൊന്നും അല്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവില്ല. ഈവൻ നിങ്ങൾ ബാത്റൂമിലാണ്, ഇപ്പൊ നിങ്ങൾ കുളിക്കുന്ന സമയത്താണ്, യു ക്യാൻ വിഷ്വലൈസ്. ഓക്കെ. നിങ്ങളൊന്ന് കുളിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലേക്ക്, ഇപ്പൊ ഞാൻ മഴയത്ത് നിങ്ങളോട് ശരീരത്തിലേക്ക് വെള്ളം വീഴുന്ന സമയത്ത് നെഗറ്റീവ് എനർജി പോകാൻ പറഞ്ഞില്ല. ഇതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ സോപ്പൊക്കെ തേച്ച് കുളിക്കുന്ന സമയത്ത് അതിനോട് കൂടെ നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന നെഗറ്റീവ് എനർജികളൊക്കെ ഫെയ്ഡ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ആ വെള്ളത്തോട് കൂടെ ഒലിച്ചു പോകുന്നത് ഒക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ കുളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡബിൾ എഫക്റ്റ് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ഏതൊക്കെ സമയത്ത് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെ സമയത്ത് നിങ്ങൾ കണ്ണടക്കുന്നത് പോസിബിൾ ആണോ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ. ഏതൊക്കെ സമയത്ത് ഇപ്പൊ യാത്രകളിൽ, കാര്യങ്ങളിൽ ഒക്കെ ഏതൊക്കെ സമയത്ത് നിങ്ങൾക്ക് സെൽഫ് ടോക്ക് നടത്താൻ പറ്റുമോ ആ സമയത്തൊക്കെ സെൽഫ് ടോക്ക് നടത്താം. ദാറ്റ്സ് മീൻസ് അഫർമേഷൻ നൽകാം. ഓക്കെ. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് ഇപ്പം നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക, ഇപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുകയാണ്, ഇപ്പൊ ഞാനിങ്ങനെ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഓക്കെ. എൻ്റെ ലൈഫിൽ അത് ഉണ്ടാവാൻ കാരണം, എന്നെ ഒരാൾ ഇന്റർവ്യൂ ചെയ്ത് ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ കേൾക്കുന്നത്, ഞാനതിന് ആൻസർ പറയുന്നത്, ക്വസ്റ്റ്യൻ കേൾക്കുന്നത്, ആൻസർ പറയുന്നത്, അല്ലെങ്കിൽ ഞാനൊരു മീറ്റിംഗ് നടത്തുന്നത്, എൻ്റെ ടീം മെമ്പേഴ്സുമായിട്ട് മീറ്റിംഗ് നടത്തുന്നത്, ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട്, അത് ആൻസർ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാനിങ്ങനെ സംസാരിച്ച് ആൻസർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? എൻ്റെ ബ്രെയിനിന്, നിങ്ങൾ കാണുന്ന ആൾക്ക് ചിലപ്പോൾ മനസ്സിലാവും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ മുമ്പിൽ ആരുമില്ല എന്നുള്ളത്. പക്ഷെ എൻ്റെ ബ്രെയിനിന് എന്ത് മനസ്സിലാവില്ല? എൻ്റെ ബ്രെയിനിന് അറിയില്ല എൻ്റെ മുമ്പിൽ ആരുമില്ല, ഇയാൾ വിഷ്വലൈസ് ചെയ്യാണ്, മാനിഫെസ്റ്റ് ചെയ്യാനൊന്നും അറിയില്ല. ബ്രെയിൻ എന്ത് ചെയ്യും? അതിനൊരു കമാൻഡായിട്ട് എൻ്റെ ബ്രെയിൻ അത് എടുക്കുകയും
അതിനനുസരിച്ചുള്ള ഹോർമോണുകളും ബാക്കിയുള്ള കാര്യങ്ങളും എൻ്റെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ സമയത്ത് മാനിഫെസ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് ഇതിനുള്ള സ്റ്റെപ്പുകൾ എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ലൈക്ക് വിത്ത് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ വേർ യുവർ തോട്ട് ആൻഡ് യുവർ എനർജി ക്യാൻ ക്രിയേറ്റ് യുവർ റിയാലിറ്റി. അല്ലെ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണ്? നമ്മളുടെ എനർജിക്കും നമ്മളുടെ കാര്യങ്ങൾക്കും നമ്മൾ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഇന്ന കാര്യം പറയാം. ഇന്നിപ്പം റസാഖ് സാർ പറഞ്ഞല്ലേ മെഡിറ്റേഷൻ ലൈവായിട്ട് കൊടുക്കണം. അതുകൊണ്ട് വളരെ സീരിയസ്ലി ഞാൻ ഇന്നലെ മെഡിറ്റേഷൻ ഇന്ന് ലൈവായിട്ട് തരണം എന്നൊക്കെ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അജിഷിനോട് പറയണമെന്നൊക്കെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അതിന്റെ പുറമെ നിങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തിലേക്കുള്ള ഒരു കാര്യം നിങ്ങൾ ഇപ്പൊ ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കത് മനസ്സിലാവും. ഇന്നത്തെ ദിവസത്തിലേക്ക്, നാളെ മറ്റന്നാളൊന്നും വേണ്ട, ഇന്ന് 8 മണിയുടെ മുമ്പുള്ള ഒരു കാര്യം നിങ്ങൾ ഫിക്സ് ചെയ്ത് നോക്കൂ. ഇറ്റ്സ് വിൽ ഹാപ്പൻ ലൈക്ക് ദാറ്റ്. കാരണം നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ മണി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത് സാധിക്കാത്ത വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ ലൈഫിൽ പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അയാൾക്ക് കടക്കാരനാണെങ്കിൽ, അയാൾ ഇതൊക്കെ വീട്ടുകാരന് വേണ്ടിയിട്ട് ആദ്യം ചെയ്തു തുടങ്ങേണ്ട കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ള എല്ലാ പൈസയും എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ചു തുടങ്ങുന്നതാണ്. എൻ്റെ എക്സാമ്പിൾസും കൂടെ പറയുന്നത്. ഓക്കെ, എനിക്ക് ആവശ്യമുള്ള എല്ലാ പൈസയും എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും. ലൈഫിലൊരു തീരുമാനം എടുക്കുക, ഞാൻ കടം മേടിക്കൂല തീരുമാനിക്കുന്നതിന് പകരം എന്ത് തീരുമാനിക്കുക? അതിന്റെ ഓപ്പോസിറ്റ് തീരുമാനിക്കുക. എന്ത്? എനിക്ക് ആവശ്യമുള്ള പണം എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും, ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്യും? പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആ കടം മേടിക്കുന്ന ഒരു മൈൻഡ് സെറ്റിനെ ആദ്യം മാറ്റുക എന്നുള്ളതാണ്. ഒരു റിയൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ലൈഫിൽ ആദ്യം എനിക്ക് ശമ്പളം കൊടുക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എത്ര സ്ട്രോങ് ആണോ അതിനനുസരിച്ച് നമുക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കുക. ആ സമയങ്ങളിലൊക്കെ ഞാൻ എന്തെങ്കിലും പൈസക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ്സുകാരൊക്കെ പൈസക്ക് ആവശ്യം വന്നാൽ 2 തോട്ടിലേക്കായിരിക്കും പോവുക. എന്തൊക്കെയാണ് അവർ ചിന്തിക്കുക സാധാരണ? ലോൺ, റൊട്ടേഷൻ. ലോൺ അല്ലെങ്കിൽ റൊട്ടേഷൻ അല്ലെ. ഒന്നില്ലെങ്കിൽ ലോൺ എടുക്കാം, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ഈ 2 കാര്യവും ശരിക്കും ഒരാളുടെ മൈൻഡിൽ ട്രാപ്പാണ്. കാരണം എന്താ വെച്ചാൽ, അയാൾക്ക് പൈസക്ക് ആവശ്യം വരുമ്പം അയാളുടെ ഫോക്കസ് എങ്ങോട്ടാ പോകുന്നത്? ഇയാളുടെ ഫോക്കസ് അല്ലെ, കടത്തിലേക്കാണ് അയാളുടെ ഫോക്കസ് പോകുന്നത്. എൻ്റെ ലൈഫിൽ ഒരു സമയത്ത് ഞാൻ എടുത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ബി മാജിക്കിന്റെ ഒരു സെഷൻ കേൾക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നത്, അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല, പൂക്കോട്ടൂർ എവിടെയുള്ള ഒരു വ്യക്തി ഒരു ഈ ലോണിനെ കുറിച്ചിട്ട് ഒരു സെഷൻസ് എടുത്തിട്ടായിരുന്നു. EMI ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള EMI കുറിച്ചിട്ട്. ആ പെർട്ടിക്കുലർ ഞാൻ അന്ന് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുകയും, ആ സെഷൻ അറ്റൻഡ് ചെയ്ത് ആ പെർട്ടിക്കുലർ ഒരു 1 year ബാക്ക് ആയിരിക്കും. അന്നാണ് ഞാൻ എൻ്റെ ലൈഫിൽ വളരെ ശക്തമായിട്ടൊരു തീരുമാനം എടുത്തത്. ഇനി എൻ്റെ ലൈഫിൽ ഞാൻ ലോൺ എടുക്കില്ല. 2, ഞാൻ ആരോടും എത്ര കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോവില്ല. ഓക്കെ, ബിസിനസ് ആവശ്യത്തിൽ നമുക്ക് പൈസ മേടിക്കാം, അത് അതിൻ്റെതായിട്ട് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതല്ല ഞാൻ പറയുന്നത്. പേഴ്സണൽ ആവശ്യങ്ങൾക്ക് നമ്മൾ പൈസ മേടിക്കും. ഞാൻ എൻ്റെ ബിസിനസ് ആവശ്യത്തിനോ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ അതിനുശേഷം ഞാൻ പൈസ മേടിക്കാറില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫോർച്യുനേറ്റ്ലി എനിക്ക് ആവശ്യമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പോലും ആ സമയമാകുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ മുമ്പിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, മേക്കിംഗ് മണി. എൻ്റെ ബിസിനസ്സിലൂടെ ഈ പൈസ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഫോക്കസ് കൂടുതൽ അതിലേക്ക് വരികയും നമ്മളത് പൈസയിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ പൈസ എന്ന് പറയുമ്പോൾ, എനിക്ക് അനിയനോട് തിരിയാം, അല്ലെങ്കിൽ ഇപ്പനോട് തിരിയാം, അല്ലെങ്കിൽ ജ്യേഷ്ഠനോട് തിരിയാം, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോട് തിരിയാം, അല്ലെങ്കിൽ ഒരു 10 ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ തരും. ഈ ഒരു മൈൻഡ് സെറ്റിലേക്കായിരിക്കും എന്ത് ചെയ്യാം നമ്മൾ പോവുക. സോ ഫസ്റ്റ് തിങ്സ് എന്ന് പറയുന്നത്, എനിക്ക് ആവശ്യമുള്ള പൈസ ഉണ്ടാക്കുന്നതിനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നതാണ് ആദ്യത്തെ കാര്യം. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതാണ് ഒന്നാമത് ഉണ്ടാവേണ്ട കാര്യം. ഫസ്റ്റ് ഉണ്ടാവേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കാര്യം ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, ബാക്കിയുള്ള സംഭവങ്ങൾ. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ തീരുമാനത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്, നിങ്ങൾ മാറരുത്. നിങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, മാറരുത്. മാറിക്കഴിഞ്ഞാൽ വിഷയമാണ്. ഐ ഓൾവേസ് ഹാവ് ഇനഫ് മണി ടു സ്യൂട്ട് മൈ നീഡ്സ്. ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു അഫർമേഷൻ ആണ്. ഐ ഓൾവേസ് ഹാവ് ഇനഫ് മണി ടു സ്യൂട്ട് മൈ നീഡ്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. എല്ലാ സമയത്തും എനിക്ക് ആവശ്യത്തിലധികമുള്ള പണം എൻ്റെ കയ്യിലുണ്ട്. ഐ ഓൾവേസ് ഹാവ് ഇനഫ് മണി ടു സ്യൂട്ട് മൈ നീഡ്സ്. എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് അഫർമേഷൻ ആണ്. ഞാൻ എപ്പോഴും കൊടുക്കുന്ന അഫർമേഷൻ ആണ്, ഐ ഓൾവേസ് ഹാവ് ഇനഫ് മണി ടു സ്യൂട്ട് മൈ നീഡ്സ്. ഇതിന്റെ അർത്ഥം എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, ഞാൻ ഭയങ്കര സമ്പന്നനാണെന്നും ആയിരിക്കില്ല.
പക്ഷെ എനിക്കത് ആവാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിലൂടെ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിലൂടെ അതിനൊരു കോമ്പൗണ്ട് എഫക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുക ചെയ്യാം. ഒരു കോമ്പൗണ്ട് എഫക്റ്റ് ലഭിക്കുക ചെയ്യാം. ഓക്കെ. അപ്പോ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇഫ് യു വാണ്ട് ടു ബിക്കം എ റിച്ച് പേഴ്സൺ, നിങ്ങൾ എന്ത് ചെയ്യാം? ക്രിയേറ്റ് എ മൈൻഡ് സെറ്റ് ലൈക്ക് എ റിച്ച് പേഴ്സൺ. എന്ന് പറയുന്നത്, ഞാനും നിങ്ങളും വളർന്നും ജീവിച്ചും വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, ഞാനിപ്പോ നാളെ ഇതിൽ പറയാണ്, ഈ ഒരു സെഷന് ഞാൻ 25,000 രൂപയാണ് പേയ്മെന്റ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരാൾ പോലും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, പേ ചെയ്യാൻ റെഡി ആവില്ല. ഓക്കെ. കാരണം നമ്മൾ വളർന്നു വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ 1000 രൂപയും 5000 രൂപയും 2000 രൂപയൊക്കെ വലിയൊരു പൈസ ആയിട്ടായിരിക്കും നമ്മളെ മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇതിനെ പതിയെ 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 ബ്രേക്ക് ചെയ്യണം. ഈ പതിയെ 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 ബ്രേക്ക് ചെയ്യാനുള്ള റൂൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കുക, 1 കഴിഞ്ഞാൽ എത്രയാണ്? 1 കഴിഞ്ഞാൽ നക്ഷത്രമാണ് എത്രയാണ്? 1 കഴിഞ്ഞാൽ നക്ഷത്രം 2. 1 കഴിഞ്ഞാൽ 2 ആണ്. ഇതാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റം. 1, 2, 3 കഴിഞ്ഞിട്ടാണ് 100ലേക്ക് എത്തുക, അല്ലെ? 99 കഴിഞ്ഞിട്ടാണ് 100ലേക്ക് എത്തുക. ഓക്കെ. ആക്ച്വലി ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. അത് നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ആ മൈൻഡ് സെറ്റിനെ എത്ര വലുതാക്കാൻ സാധിക്കുമോ അതായിരിക്കും നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾക്ക് ഒരുപാട് പൈസ ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ തീരൂല, അബണ്ടൻസ് ഇല്ലെങ്കിൽ. ധനുഷിന്റെ ഒരു കോട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഇന്നലെ വായിച്ചൊരു കോട്ടാണ്. ധനുഷ് പറയാണ്, 100 രൂപ സമ്പാദിക്കുന്ന ആളുകൾക്ക് 200 രൂപയുടെ പ്രോബ്ലം ഉണ്ടാവും, 1 കോടി സമ്പാദിക്കുന്ന ആളുകൾക്ക് 2 കോടിയുടെ പ്രോബ്ലം ഉണ്ടാവുന്നതാണ് ധനുഷ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ട്രൂലി അത് വിശ്വസിക്കുന്നില്ല. അബണ്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 100 രൂപക്കാർക്ക് 100 രൂപ കൊണ്ട് ജീവിക്കാൻ സാധിക്കും. അപ്പൊ അവിടെ അബണ്ടൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അബണ്ടൻസ് ഉണ്ടാവണമെങ്കിൽ പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം, എനിക്ക് ചില ആളുകളുടെ അസൂയാണ്, എനിക്ക് അവരോട് ഭയങ്കര അസൂയാണ്. ആരാണ് ആൾക്കാർ? അവർക്കുള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ. അവർക്ക് എന്താണ് ഉള്ളത് അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ. ആ ഒരു ക്വാളിറ്റിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹെവി ആയിട്ടുള്ള ടാസ്ക് ആണത്. എനിക്കടക്കം വളരെ ടാസ്ക് ആണ്. നമുക്ക് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്ന സംഭവമാണ്. എനിവേ, നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ നിങ്ങളെ ചെലവിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നതിന് പകരം വരവ് എങ്ങനെ ഉണ്ടാകുന്നതിലേക്ക് ആലോചിച്ചാൽ മതി. തോട്ടകൾ മാറ്റേണ്ടതാണ്. അപ്പൊ നിങ്ങൾ പറയും, എനിക്ക് സാർ 10,000 രൂപ ലഭിക്കുന്ന ജോലിയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് 20,000 രൂപ ലഭിക്കുന്ന ജോലിയല്ലേ ഉള്ളൂ, അല്ലെ, എനിക്ക് ഇത് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ എന്ത് ചെയ്യുക, ഇലാബറേറ്റ് ചെയ്യുക. ഇലാബറേറ്റ് ചെയ്തിട്ട് അതിലേക്ക് വരിക എന്നുള്ളതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്തോ ആയിക്കോട്ടെ. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ, നിങ്ങൾ പറയുന്ന പല സിറ്റുവേഷൻസിലൂടെയും കടന്നു പോവുകയും അതിനെ ഓവർകം ചെയ്യുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ. പല ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ. ഒരു സമയത്ത് ഞാൻ എൻ്റെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ഒരു ഈ സോണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മാസം ഒരു 30,000 രൂപ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അന്ന് ഒരു ദിവസം ഞാൻ ഫുൾ അതിന് വേണ്ടിയിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാലും ഒരു 30,000 രൂപ എനിക്ക് മാസത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുള്ളായിരുന്നു. ഓക്കെ. ഇന്ന് ഞാനിപ്പോൾ ഒരു കൗൺസിലിംഗ് ഒരു കൺസൾട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും മിനിമം ഞാനൊരു 1 അവർ ഒരു എൻ്റെ MI ടെസ്റ്റ് വരെ കൊടുക്കുകയാണെങ്കിൽ, ഒരു മൾട്ടിപ്പിൾനെസ് അസസ്മെന്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ബഷീർ ഖാന്റെ ആരോപണം നാളെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഏറ്റവും മിനിമം ഞാൻ നമ്മുടെ ബി ബാങ്കിക് മെമ്പേഴ്സ് ആണെങ്കിൽ ഒരു 1,500 ചാർജ് ചെയ്യും. ഓക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ 2,000 2,500 ഒക്കെ ചാർജ് ചെയ്യും, ഞാൻ അറിയുന്ന ആളുകളല്ലെങ്കിൽ. ഓക്കെ. ഒരു ബിസിനസ് കൺസൾട്ടേഷൻ ഇപ്പോൾ റീസെന്റ് ഇപ്പം നമ്മൾ ഇപ്പോൾ 30,000 രൂപക്കൊക്കെയാണ് നമ്മൾ ഒരു മന്തിലേക്ക് ഞങ്ങൾ അത് പിന്നെ ക്ലോസ് ചെയ്യുന്നത്. ആ ഒരു മന്തിലേക്ക് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഞങ്ങൾ ആ ടീമിന് വേണ്ടി 12 ദിവസമാണ് വർക്ക് ചെയ്യുക. ഒരാഴ്ചയിൽ 3 ദിവസം വർക്ക് ചെയ്യുക. ആ ഒരാഴ്ചയിൽ 3 ദിവസത്തിൽ 20 മിനിറ്റിന്റെ 2 മീറ്റിംഗ് ആണ് ഉണ്ടാവുക. ഓക്കെ. 1 മണിക്കൂർ നടക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ടാവും. മീൻസ് ഞാൻ ഒരു മാസത്തിൽ അവർക്ക് വർക്ക് ചെയ്യുന്ന 4 മണിക്കൂർ 5 മണിക്കൂറായിരിക്കും. ഓക്കെ. അതിന് പുറമെ എൻ്റെ ടീം മെമ്പേഴ്സ് 1 മണിക്കൂർ വർക്ക് ചെയ്യും. ആക്ച്വലി ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ, മാക്സിമം 10 മണിക്കൂറുള്ള വർക്കിനാണ് ഞങ്ങൾ അവരോട് ഒരു ടീമിനോട് 30,000 രൂപ ചാർജ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന സംഭവം എന്താ വെച്ചാൽ, ഇത് എങ്ങനെയാണ് നമ്മൾ എത്തുന്നത് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കുള്ള ഒരു വാല്യൂ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് സമ്പത്ത് വരിക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആർക്കാണ് പൈസക്കാരാണത്? ഹു വാണ്ട് ടു ബി റിച്ച്? ഒരു സീക്രട്ട് പറഞ്ഞുതരാം. ഈ സീക്രട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ പൈസക്കാരാൻ സാധിക്കും. എത്ര സമയം കൊണ്ടെന്നുള്ള നിങ്ങൾ അതിന്റെ ആക്ഷൻസ് വെച്ചായിരിക്കും. കമന്റ് ചെയ്തോളൂ.
ആർക്കൊക്കെ പൈസക്കാരാണോ? അതിനൊന്നും ആഗ്രഹമില്ല. പൈസക്കാരാവാനേ ആഗ്രഹമില്ല അല്ലേ? ഒരു ഇത് ചോദിച്ചിട്ട് ഇതുവരെ ഒരു എസ് വന്നിട്ടില്ല. എനിക്ക് പൈസക്കാരനാവണമെന്ന് ഉള്ളിൽ ആഗ്രഹം ഇല്ലാതെ അല്ലെങ്കിൽ റിച്ച് ആവണമെന്ന് ആഗ്രഹം ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ പറ്റില്ല. എനിക്ക് പൈസക്കാരാവാനേ ഈ ലോകത്തൊരു മെത്തേഡ് ഉണ്ട്. എന്താ അറിയോ? എന്താ മെത്തേഡ് അറിയോ? ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് പൈസ ഉണ്ടാവുക അതിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. എങ്ങനെ നിങ്ങൾക്ക് പൈസ ഉണ്ടാവുക? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് പണ്ട് എനിക്ക് ഒരു ദിവസം ഫുള്ള് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ ഉണ്ടായിരുന്നത് ഇപ്പൊ ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് ഇത്ര പൈസ കിട്ടുന്നു പറഞ്ഞിട്ട് എങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്? എന്താ അതിന്റെ സീക്രട്ട് എന്താണ്? പറഞ്ഞത് എന്തുകൊണ്ടാണ് കിട്ടുന്നത്? എന്തുകൊണ്ടായിരിക്കും എനിക്കിപ്പോ ഇത് കിട്ടുന്നത്? അന്നത്തിനേക്കാളും ഇപ്പൊ പൈസ കിട്ടാനുള്ള റീസൺ എന്തായിരിക്കും? വർക്ക് ചെയ്യാം. വർക്ക് ചെയ്യുക. വർക്കൊന്നും ഞാൻ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്. അതല്ല, വർക്ക് ചെയ്യല്ല. എങ്ങനെയാണ്? വാല്യൂ കൊടുക്കണം സാറേ. കൊടുക്കുന്ന എങ്ങനെ വാല്യൂ കൊടുക്കുക? നമ്മള് ചെയ്യുന്ന കാര്യത്തില് നമ്മൾക്ക് വരുന്ന ക്ലയൻസിനും തൃപ്തി ഉണ്ടായിരിക്കണം. അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ നല്ല രീതിയിൽ എങ്ങനെയാണ് മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സാറിന് നല്ല വാല്യൂ ഉണ്ടായിരിക്കണം. എനിക്ക് എങ്ങനെ നല്ല വാല്യൂ ഉണ്ടായിരിക്കുക? എങ്ങനെയാ എന്റെ വാല്യൂ കൂടുക? സാറ് പഠിച്ചെടുത്തു. ഞാൻ പഠിക്കണം. മനസ്സിലായോ? നിങ്ങൾക്ക് പൈസക്കാരാവണമെങ്കിൽ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇപ്പൊ സാലറി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഏണിങ്സ് ചെയ്യാൻ പറ്റുന്നത് മാസം ഒരു 10,000 രൂപയാണെന്ന് കരുതുക. ഓക്കെ, ആ മാസം 10,000 രൂപക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ അറിവിന്റെ ഉള്ള വാല്യൂ 1 കിലോ ആണെന്ന് സങ്കല്പിക്കുക. 1 കിലോ ആണ് ഇപ്പൊ നിങ്ങൾക്ക് 10,000 രൂപക്ക് കിട്ടുന്നത്. നിങ്ങളുടെ അറിവിനെ നമ്മൾ തൂക്കുകയാണെങ്കിൽ അതിന് 1 കിലോ ആണ് വെയിറ്റ് ഉള്ളത്. ആ 1 കിലോക്ക് നിങ്ങൾക്ക് 10,000 രൂപ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി 1,00,000 രൂപ കിട്ടണം. എന്താ ചെയ്യാൻ സാധിക്കുക? 10 കിലോ 10 കിലോ ഒക്കെ. ഇനി 5 കിലോ ആയി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? 1,00,000 കിട്ടും. ഓക്കെ, ആ 1 കിലോ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് 1,00,000 വേണമെന്ന് പറയുന്നിടത്ത് ഒരു അർത്ഥമില്ല. നിങ്ങളുടെ വാല്യൂ എപ്പോ കൂടുന്നു അപ്പോഴാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ തന്നെ വിശ്വസിക്കുക. ഓക്കെ, ഇപ്പൊ എന്റെ ഓഫീസിൽ എന്റെ സിസ്റ്റം ഞാൻ ഇങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ടിട്ട് എന്റെ ടീം മെമ്പേഴ്സിനൊക്കെ ഇത് ആക്കി കൊടുക്കുമ്പോൾ എന്റെ ടീം മെമ്പേഴ്സിന്റെ കോൺഫിഡൻസ് കൂടി. എങ്ങനെയാണ് എന്റെ ടീം മെമ്പേഴ്സിന്റെ കോൺഫിഡൻസ് കൂടുതലോ? ഞങ്ങളുടെ സർവീസ് കൊടുത്ത ക്ലയൻസുകൾ ഇവരോട് വളരെ നല്ല രീതിയിൽ ബഹുമാനം പുലർത്താനും അവരോട് ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. ആ സർ, ഞങ്ങൾക്ക് നിങ്ങൾ വന്നതിന് ശേഷം മാറ്റമുണ്ട്. അജിഷ മാമിന്റെ കോള് പോകുമ്പോൾ അജിഷ മാം ചോദിക്കും വീക്കിലി എന്താണ്, ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ചയായി എന്താണ്. ആ സർ, ഞങ്ങൾക്ക് നല്ല മാറ്റമുണ്ട്. അപ്പൊ ഇവരെ ഹാപ്പിനെസ് ഇവരിങ്ങനെ ഷെയർ ചെയ്യാണ്. അപ്പൊ ടീം മെമ്പേഴ്സിന്റെ കോൺഫിഡൻസ് കൂടി, എന്റെ കോൺഫിഡൻസ് കൂടി. ടീം മെമ്പേഴ്സിനോട് പറയും നമുക്കിത് നമ്മൾ 15 രൂപയല്ലേ ചാർജ് ചെയ്യുന്നത്, നമുക്ക് 20,000 ആക്കിയാലോ? യെസ് സർ. അപ്പൊ അവർക്ക് എന്താണ് കോൺഫിഡൻസ് കൂടും. 25 ആക്കിയാലോ? 25. സർ, ഒരു ടീം 20ക്ക് ചോദിക്കുന്നത് എന്താ ചെയ്യേണ്ടത്? കൊടുക്കണോ? വേണ്ട സർ, 25 കൊടുത്താൽ മതി എന്നിവർ പറയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ വാല്യൂയും കൂടി. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ സാലറി ഇൻക്രിമെന്റ് കൂടി. ഇനി അവരുടെ വാല്യൂ എത്ര കൂടുന്നോ അതിനനുസരിച്ച് അവരുടെ ഇൻകം കൂടും. എന്റെ വാല്യൂ എത്ര കൂടുന്നോ എന്റെ ഇൻകം കൂടും. അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താണ്? നിങ്ങളുടെ ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ് ഫസ്റ്റത്തെ മെത്തേഡ്. ഇനി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് അറിവുകൾ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി അത് പൈസയാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യമാണ് വിസിബിലിറ്റി. ഇറ്റ്സ് കോൾഡ് വിസിബിലിറ്റി. എന്താ വിസിബിലിറ്റി എന്നത്? സോഷ്യൽ മീഡിയയിൽ ഇറങ്ങണം. സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് നല്ല അല്ലെ, ഇപ്പം അജ്മൽ ബിസ്മി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് കേട്ടിട്ടില്ലേ? അല്ലെ, ബിസ്മി എന്ന് പറഞ്ഞ ബ്രാൻഡ് കേട്ടിട്ടില്ലേ? എന്തുമേലെ തുടങ്ങിയിരിക്കുന്നത്? പുട്ടുപൊടിമേല തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നല്ല തേനുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുള്ള തേനുണ്ട്, നല്ല സൂപ്പർ ഹണിയാണ്. ഇവിടെ കാണുന്ന മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു ഹണി, ഡാബറിന്റെ ഹണിനേക്കാളും ബെസ്റ്റ് ഹണി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കാട്ടിൽ പോയിട്ട് ഒരു ടീമിനെ വെച്ച് പിടിപ്പിച്ചു കൊടുത്തിരിക്കുന്ന സൂപ്പർ ഹണിയാണ്. ഒരു മായവും ഇല്ല. ഞാൻ അറിയോ നിങ്ങളുടെ വീട്ടിൽ തേനുണ്ട് എന്നുള്ളത്? അറിയോ? ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ പോലെ 100 ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് 10 ആൾക്കാർ മേടിക്കാൻ ചാൻസ് ഇല്ലേ? 100 ആൾ മേടിച്ചിട്ടില്ലെങ്കിൽ. ഈ അറിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് കാത്തിരിക്കരുത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇത് അറിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളത് അറിയിച്ചു കൊണ്ടിരിക്കുക. വിസിബിലിറ്റിയിലേക്ക് വരണം. വിസിബിലിറ്റിയിലേക്ക് വരുമ്പോൾ
നേരത്തെ ഷിലാമയം പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ ആലോചിക്കും, ആ സേവ് സാറിന് സ്വന്തമായിട്ട് ടീമുണ്ട്, അവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ടീമുണ്ട്, വീഡിയോ ഷൂട്ട് ചെയ്യാൻ ടീമുണ്ട്. സേവ് സാർ അങ്ങനെ പറയാം. 2 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഹയർ ചെയ്യുക. ഈ ഹയർ ചെയ്യുന്ന സമയത്തും എൻ്റെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും മിനിമം ഈ 5 വർഷത്തിന്റെ അടുക്ക് ഒരു മാസം 30,000 രൂപ വെച്ചിട്ട് നിങ്ങൾ കൂട്ടിക്കൊടുക്കും. ഒരു മാസം ഒരു 30,000 രൂപ വെച്ച് കൂട്ടി കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ എത്രയായി? 3,60,000 ആയില്ലേ? ഓക്കെ, 3,60,000 നിങ്ങൾക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും? ഏകദേശം ഒരു 12ഉം ഓക്കെ, പിന്നെ ഒരു 5-6ഉം കിട്ടും അല്ലെ? 18 ലക്ഷം റുപ്യ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതൊന്നും സ്പെൻഡ് ചെയ്യണ്ട, ഒന്നും സ്പെൻഡ് ചെയ്യണ്ട. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ മൊബൈൽ ഫോണും വെച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന അറിവ് എന്താണോ അവിടെ സ്പ്രെഡ് ചെയ്യണം. നിങ്ങൾ ബിമാജിക്കിൽ സ്പ്രെഡ് ചെയ്യണം. നൗഫൽ സാർ ബിമാജിക്കിൽ സെഷൻസ് ഒക്കെ എടുത്ത് ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ വന്ന സമയത്ത് ഒരു സ്കൂളിൽ നിന്ന് ക്ലാസ് എടുക്കാൻ അവസരം ലഭിക്കും, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ വാല്യൂ കൂടും, നിങ്ങളുടെ വിസിബിലിറ്റി കൂടും. വാല്യൂ വിസിബിലിറ്റിയും കൂടുന്ന സമയത്ത് നിങ്ങളുടെ വരുമാനം കൂടും, അല്ലാതെ വരുമാനം കൂടില്ല. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അറിവ് എത്രയാണോ അതിനെ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഒരു മാർഗം. ആദ്യം മേക്ക് ചെയ്യേണ്ട മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഐ ഓൾവേസ് ഹാവ് ഇനഫ് മണി ടു സൂട്ട് മൈ നീഡ്സ്. എൻ്റെ ആവശ്യങ്ങൾ, നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട് വന്നോട്ടെ, നിങ്ങൾ റോളിങ്ങിലേക്ക് പോകരുത്, ലോണിലേക്ക് പോകരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ടെമ്പററി സൊല്യൂഷൻസിലേക്കാണ് പോയത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് അതാണ് ഇതാക്കി നിങ്ങളത് ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ റൈറ്റ് ടൈമിൽ, ഇറ്റ്സ് ഹാപ്പൻ അറ്റ് ദ റൈറ്റ് ടൈം ഫോർ റൈറ്റ് റീസൺ. റൈറ്റ് ടൈമിൽ എന്ത് ചെയ്യും? നല്ല റീസണിന് വേണ്ടിയ കാര്യം, അതിനെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ വൺസ് യു ടേക്ക് എ ഡിസിഷൻ ഇറ്റ്സ് ഓൾവേസ് എ ഡിസിഷൻ. നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്താണോ? തീരുമാനമാണ്. 2 കാര്യങ്ങൾ. ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻ്റെ വാല്യൂ കൂട്ടുക? അതിനെന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ അറിയുന്ന കാര്യം? ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ഇന്നലെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു വെബിനാറിന്റെ ഒരു ഇത് കണ്ടു. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു പയ്യൻ വന്നിട്ട് പറയുന്നുണ്ട്, നീ എല്ലാം ഈ പിന്നെ എന്താ പറയാ UPI ഉപയോഗിച്ചിട്ടാണോ നീ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്നത്? അതെ. അപ്പൊ അവരോട് ചോദിക്കുന്നുണ്ട്, UPI ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ UPI മീൻസ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താ ലഭിക്കുന്നത്? എനിക്ക് കാര്യമായിട്ട് ലഭിക്കുന്നില്ല. ചിലപ്പോൾ ₹1 ₹2 കിട്ടും, അല്ലെങ്കിൽ ആർക്കും ആവശ്യമില്ലാത്തൊരു വൗച്ചർ കിട്ടും. എന്നാൽ നിനക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ മാസം 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യും? സമ്പാദിക്കാൻ സാധിക്കും. അപ്പൊ ഞാനിങ്ങനെ ക്രെഡിറ്റ് കാർഡോ? എനിക്കൊന്നും ക്രെഡിറ്റ് കാർഡ് ഇല്ല, നമ്മളതൊക്കെ കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചിട്ട് പിന്നെ ഇവൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, പക്ഷെ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് അറിയണം. അതിൻ്റെ ഒരു വെബിനാർ ഉണ്ട്, പങ്കെടുത്തോളൂ. നിങ്ങൾക്ക് എന്താണ് അറിയുന്നത്, ആ അറിവ് നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, അത് അവന്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അവൻ എന്താ ചെയ്തത്? അതിനൊരു കോഴ്സ് ആക്കി ഡിസൈൻ ചെയ്തിട്ട് ചെയ്തു. ഇപ്പം ഈ കോഴ്സും ഈ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഞാന്, അല്ലെങ്കിൽ ഈ ക്ലാസ് എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇവിടെ ക്ലാസ് എടുക്കുന്ന ആളുകൾ, ഈ ബിമാജിക്കിന്റെ ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ ഒരു സമയത്ത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊന്നും മാത്രം പോകുന്ന ആളല്ല ഞാൻ, എനിക്കിതൊന്നും പോസിബിൾ അല്ല എന്നുള്ളതായിരുന്നു. അയാളുടെ വിശ്വാസം മാറ്റിയപ്പോഴാണ് അയാളും ഞാനും നിങ്ങളൊക്കെ ഇവിടെ ക്ലാസ് എടുക്കുന്നത് പോലെ പണവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസങ്ങൾ നമ്മൾ മാറ്റണം. ആ വിശ്വാസങ്ങൾ നമ്മൾ മാറ്റണമെങ്കിൽ നമ്മുടെ വാല്യൂ നമ്മൾ കൂട്ടണം. ആ വാല്യൂ നമ്മൾ കൂട്ടണമെങ്കിൽ നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. ക്ലിയർ ആകുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള 1 കിലോ അറിവും വെച്ചിട്ട് 10 കിലോന്റെ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ അറിവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ അത്തരം ആളുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. അത്തരം ആളുകളിലേക്ക് ഫോക്കസ് ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാനിതുവരെ പറഞ്ഞതിന്റെ ഒരു ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതിന്റെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു ടേം ആയിട്ട് ഇങ്ങനെ പറയാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഞാൻ ടൈപ്പ് ചെയ്യാം. ചൂസ് വാട്ട് യു വാണ്ട് ടു മാനിഫെസ്റ്റ്. ക്ലിയർ ആണോ? ഒന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം? തീരുമാനിക്കുക. മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? വളരെ വ്യക്തമായിട്ട്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാം? തീരുമാനിക്കുക. എന്തായത് വൈറ്റ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടോ? ബ്ലാങ്ക് ആണ്. കാണാൻ പറ്റിയില്ലേ?
ഓക്കെ, എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെന്ത് ചെയ്യാം? ലൈഫിൽ നിങ്ങൾക്ക് എന്ത് വേണം, എന്താണ് നിങ്ങൾ ലൈഫിലേക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആവശ്യമുള്ള സാധനം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇതുവരെ ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ അറിയോ? ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഡു ഐ റിയലി വാണ്ട് ദിസ്, ഈസ് മൈ ഹാർട്ട് ഓഫ് ഹേർട്സ്, ഇത് എനിക്ക് എത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്, ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, ഹൗ വിൽ ഐ ബെനിഫിറ്റ് ഫ്രം ഹാവിംഗ് ദിസ്, ഇത് എനിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ലൈഫിൽ എന്താണ് ബെനിഫിറ്റ്സ് ഉള്ളത്? വെൻ ഐ തിങ്ക് അബൌട്ട് ഹാവിംഗ് ദിസ്, ഡസ് ഇറ്റ് ഫീൽ റൈറ്റ്, എനിക്ക് അതിങ്ങനെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അത് ഉണ്ടായി കഴിഞ്ഞുള്ള കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് അതെനിക്ക് റൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെ എനിക്കും അത് മറ്റുള്ള ആളുകൾക്കും അത് യൂസ്ഫുൾ ആണോ? ക്ലിയർ ആണോ? ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും എന്ത് ചെയ്യാം, നിങ്ങൾ ചോദിക്കാനും വേണ്ടിയിട്ട് തയ്യാറാവുക. ഞാൻ വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കൂടെ ഇത് ചെയ്യാം. ഓക്കെ, ആരെങ്കിലും ഒന്ന് എന്നെ റിമൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും ആ സാധനം ഷെയർ ചെയ്ത് തരാം. സോറി, ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ശരിയായി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ്, നിങ്ങൾക്ക് ആ മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഒരു 4-5 ക്വസ്റ്റ്യൻസിൽ വിശ്വാസം വരണം. വെൻ ഐ തിങ്ക് അബൌട്ട് ഹാവിംഗ് ദീസ്, ഡസ് ഇറ്റ് ഫീലിംഗ് റൈറ്റ്, എനിക്ക് ആ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് ആലോചിക്കുമ്പോൾ അത് റെഡി ആയിട്ട് തോന്നുന്നുണ്ടോ, ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ഹൗ വിൽ ഇറ്റ് ബി ഗുഡ് ഫോർ മീ ആൻഡ് ഫോർ അതേഴ്സ്, അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും ചുറ്റുമുള്ളവർക്കും അതുകൊണ്ട് എങ്ങനെയാണ് ഉപകാരം ഉണ്ടാവുക? ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്താണ്, ഡു ഐ റിയലി വാണ്ട് ദിസ്, ഈസ് മൈ ഹേർട്ട് ഓഫ് ഹേർട്സ്, ശരിക്കും എനിക്കിത് വേണം. ഹൗ വിൽ ഐ ബെനിഫിറ്റ് ഫ്രം ഹാവിംഗ് ദിസ്, ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഉണ്ടാവുക? ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങളുടെ മനസ്സിന് അത്ര ആവശ്യമുള്ള സാധനമായിരിക്കണം. അതേപോലെ തന്നെ അത് നിങ്ങൾക്ക് ഒരു ഉപകാരമുള്ള സാധനമായിരിക്കണം. അതേപോലെ തന്നെ അത് ഉണ്ടാകുന്ന കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ഹാപ്പിയുള്ള കാര്യമായിരിക്കണം. അത് നിങ്ങൾക്കും മറ്റുള്ളവർക്ക് ഉപകാരമുള്ളതായിരിക്കണം. അങ്ങനത്തെ കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു വീട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ 4 കാര്യം കണക്ട് ആയില്ലേ? ഒരു വീടിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ, ഈ 4 കാര്യം കണക്ട് ആയില്ലേ? സിമ്പിൾ ആയിട്ട് കണക്ട് ആയില്ലേ? നിങ്ങൾക്ക് മാത്രമാണ് ആ വീടിന്റെ ഉപകാരം ഉണ്ടാവുക. നിങ്ങൾക്ക് വീട് അത്രയും ആവശ്യമുള്ള സാധനമല്ലേ? എന്തുകൊണ്ടാണ് അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാനുള്ള കാരണം എന്താണ്? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഹലോ ഹലോ. താങ്ക് യു. സോ നെക്സ്റ്റ്, ഒന്നാമത്തെ കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്താണ്, നിങ്ങൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഗെറ്റ് റൈഡ് ഓഫ് തിങ്സ് ദാറ്റ് സ്റ്റാൻഡ് ഇൻ യുവർ വേ. നിങ്ങൾ ഇങ്ങനെ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ചിന്തകളുള്ള അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് ആയിട്ടുള്ള, നമ്മൾ എപ്പോഴും പറയുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഓക്കെ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളിൽ നിന്ന്, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. നെഗറ്റീവ് കോർ ബിലീഫ്സ് ഉള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അതേപോലെ തന്നെ ടോക്സിക് പീപ്പിൾ, ഓക്കെ, ടോക്സിക് ആയിട്ടുള്ള പീപ്പിളുകളിൽ നിന്ന് മാറിയിരിക്കുക. അതേപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾ ടൈം കളയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷ്വലൈസ് വാട്ട് യു വാണ്ട് ടു മാനിഫെസ്റ്റ്. നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫിൽ എന്താണോ വേണ്ടത് അത് വിഷ്വലൈസ് ചെയ്യുക. നാലാമത്തെ കാര്യം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് പറഞ്ഞത്, ടേക്ക് ആക്ഷൻ ടു മാനിഫെസ്റ്റ് വാട്ട് യു വാണ്ട്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആക്ഷൻസ് എടുക്കുക. ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അഞ്ചാമത്തെ കാര്യം റെക്കഗ്നൈസ് ആൻഡ് ഇംപ്രൂവ് ആണ്. റെക്കഗ്നൈസ് ആൻഡ് അപ്രിഷിയേറ്റ് ആണ്. റെക്കഗ്നൈസ് ആൻഡ് അപ്രിഷിയേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അത് എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ബി മാജിക്കിന്റെ ഗ്രൂപ്പുകളിൽ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, എന്നിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഫെബിൻ എന്ന് പറയുന്ന ഒരു കോച്ച് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൈൻഡ് വേൾഡിൽ. ഫെബിൻ അപ്പയും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും സെലിബ്രേറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ ഒരു രൂപന് മുട്ടായി മേടിച്ചിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഒന്ന് ഹഗ് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്താൽ മതിയാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷനിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ സെലിബ്രേറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാം, സന്തോഷം പങ്കിടും. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ആലോചിക്കുകയാണ്, നമ്മൾ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ്. എൻ്റെ തന്നെ ഒരു ടീം മെമ്പർ ഉണ്ട്. ഓക്കെ, എൻ്റെ തന്നെ ടീം മെമ്പർ ഉണ്ട്. ആ ടീം മെമ്പർ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പേര് ഷാഫി എന്നാണ്. ഷാഫിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിക്ക്, ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഷാഫി വളരെ വളരെ പിന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അത് ഏറ്റവും നല്ല രീതിയിൽ അവനെ ഏൽപ്പിച്ചതിൻ്റെ ഏറ്റവും വൃത്തിയിൽ ചെയ്യും. ഷാഫി എന്നോട് ഇന്നലെ പറഞ്ഞു, സർ ഞാൻ കുറച്ച് സമയം ലീവാണ്, എനിക്ക് ഒഴിവാക്കാൻ സാധിക്കാത്തൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ ഞാനതിന് പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ ഷാഫിനോട് പറഞ്ഞു, ഓക്കെ ഷാഫി നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഓക്കെ, ഷാഫിക്ക് ശരിക്ക് രണ്ട് കാലിനും സ്വാധീനമല്ല. ഒരു സമയത്ത് ഷാഫിനോട് ഞാൻ പറഞ്ഞു, ഷാഫി ഞങ്ങൾ ട്രിപ്പ് പോകുന്നുണ്ട്, ഞങ്ങൾ ഓഫീസിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ട്, നീ നിർബന്ധമായിട്ട് വരണം. ഞങ്ങൾ ഇതുവരെ ഷാഫിയെ ശരിക്കും ഡയറക്റ്റായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാലിക്കറ്റ് വെച്ച് നടക്കുന്ന പ്രോഗ്രാമിലാണ് ഷാഫിയെ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അന്ന് ബഷീർക്ക് അവരൊക്കെ വന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അപ്പം ഷാഫിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്നം എന്ന് പറയുന്നത് ആ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാന്നുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ അവന്റെ പിന്നെ അവൻ ഇരുന്ന് പോകുന്ന പിന്നെ ആ എന്ത് വണ്ടി, ആ വണ്ടി കേട് വന്നു, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പൊ നന്നാക്കാൻ കൊടുത്തു സർ, അതുകൊണ്ട് ഞാൻ പള്ളിയിലൊന്നും പോവാറില്ല, അങ്ങനെ പുറത്തേക്കൊന്നും പോവാറില്ല. ഇനി പുറത്തേക്ക് പോകണമെങ്കിൽ തന്നെ ഒരാൾ വരണം. അപ്പൊ ഞങ്ങളുടെ കൂടെ ട്രിപ്പ് പോരാൻ സാധിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ചില കാര്യങ്ങൾ, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവൻ എന്ത് ചെയ്യില്ല, സ്വയം ചെയ്യാൻ സാധിക്കില്ല. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയേണ്ടത്. നമ്മൾ എത്രമാത്രം ഭാഗ്യവാന്മാരാണെന്നുള്ളത്. ഞാനിവിടെ നിങ്ങട്ട് എണീക്കണം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് എണീക്കാൻ സാധിക്കുന്നതിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് കണ്ണടക്കണം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ണടയുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു. ഓക്കെ, നിങ്ങളുടെ 5 വിരലിൽ ഈ തള്ളവിരൽ മാത്രം നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല, ഈ 4 വിരൽ മറക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ബ്ലെസ്സിങ്സുകളിലേക്ക് നമ്മൾ എപ്പോഴും നോക്കുക. നമ്മൾ ഇതുവരെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിലേക്ക്, നമ്മൾക്ക് ഡ്രസ്സ് ഉണ്ട്, നമുക്ക് ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്. തിങ്ക് അബൌട്ട് പലസ്തീൻ, അല്ലെ, ആഫ്രിക്കയിൽ ഒരുപാട് രാജ്യങ്ങൾ, അതൊക്കെ പോട്ടെ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗ്രാമങ്ങളിൽ ഇപ്പോഴും അവിടുത്തെ ആവറേജ് ആയിട്ടുള്ള ഇന്ത്യയുടെ GDP കുറിച്ച് ഒരു ചർച്ച നടക്കുമ്പോൾ ഒരു അമേരിക്കൻ വ്യവസായി അടുത്തിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ഒരു ആവറേജ് വരുമാനം, ഒരു ആളുടെ ആവറേജ് വരുമാനം എന്ന് പറയുന്നത് 200 രൂപയാണെന്നുള്ളത്. അപ്പൊ അത്രയും ഒരു സിറ്റുവേഷൻസിലും നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കുന്നതിനും നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ അനുഗ്രഹം ഉണ്ടായിരിക്കുക. ഓക്കെ, ആ അനുഗ്രഹം ഉണ്ടാകുന്നതോട് കൂടി ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ, ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അതിന് ഹാപ്പിനെസ് കാണിക്കുന്നവരാണ്. വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഹാപ്പിനെസ് സംഭവിക്കുള്ളൂ. നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോളിനൊരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യാന്ന് കരുതരുത്. ഓക്കെ, നിങ്ങൾ അതിലേക്കുള്ള ഒരു സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ ആ സ്റ്റെപ്പിൽ എൻജോയ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ അപ്പേ നിങ്ങൾക്ക് ലൈഫ് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. എനിക്ക് വലിയൊരു വീട് ഉണ്ടായതിനു ശേഷം, എൻ്റെ അടുത്ത് കുറെ പണം ഉണ്ടായതിനു ശേഷം, എനിക്ക് കുറെ കാർ ഉണ്ടായതിനു ശേഷം ഞാൻ ആസ്വദിച്ച് തുടങ്ങാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സ്പോയിലായി പോകും. എവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. ആ യാത്രയിലാണ് നിങ്ങൾ ആസ്വദിക്കേണ്ടത്, ഡെസ്റ്റിനേഷൻ അല്ല. നിങ്ങളിപ്പോ ഇവിടുന്ന് കാശ്മീർ പോവാണ് അല്ലെങ്കിൽ ഊട്ടിയിൽ പോവാണ്, ഊട്ടിയിൽ എത്തിയിട്ട് മാത്രം ആസ്വദിക്കാൻ നിൽക്കുന്ന ഒരു യാത്ര ഭയങ്കര ബോറായിരിക്കും, അല്ലെ? അതേ സമയത്ത് കയറി ഉടനെ തന്നെ പാട്ടും കൊട്ടും ആട്ടും ഇതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ യാത്രയിൽ കണ്ട സ്ഥലങ്ങളെക്കാളും ഓർമ്മ എന്തായിരിക്കും? ആ യാത്രയായിരിക്കും. ആ യാത്ര സൂപ്പർ ആയിരുന്നു, അവിടുത്തെ ഒരു വൈബ്, അവിടുത്തെ പാട്ട്, അവിടുത്തെ ഡാൻസ് ആയിരിക്കും. അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു വരില്ല. സോ ഇറ്റ്സ് എ ജേണി. ഈ യാത്രകൾ നിങ്ങൾ ആസ്വദിക്കാൻ പഠിക്കാം. നിങ്ങൾ ചെറിയ ചെറിയ അച്ചീവ്മെന്റുകൾ ആസ്വദിക്കാൻ സാധിക്കും. മറ്റുള്ള ആളുകൾ ചെറിയ അച്ചീവ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഫൈനലി ബി ഗ്രേറ്റ്ഫുൾ വാട്ട് വി ഹാവ്. നമുക്ക് എന്താണ് ഉള്ളതിന് അത് നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരിക്കുക. അത്രയും അനുഗ്രഹമാണ്. ഏറ്റവും വലിയ അനുഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാല്
സ്റ്റിൽ യു ആർ ലിവിങ്. വേറൊന്നും വേണ്ട. ഓക്കെ, എനിക്ക് നന്ദി പറയാനോ എന്താ, എനിക്ക് നന്ദി പറയാൻ മാത്രം എന്താ അനുഗ്രഹം ചോദിക്കുകയാണെങ്കിൽ, എടോ നിന്റെ ഹൃദയം മിടിക്കുന്നുണ്ടെങ്കിൽ നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ആ മിടിപ്പ് നിന്നിട്ട് ഈ നിമിഷത്തിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ മരിച്ചു പോയിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ക്ലിയർ ആണോ? ഈ 5:30-ന്റെയും 6:30 ഇടയിൽ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പൊ ജനിച്ചിട്ടുണ്ടാവും, ഒരുപാട് ഹോസ്പിറ്റലിൽ ഇപ്പൊ മരിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും നിന്റെയും എന്റെയും ഹൃദയമൊക്കെ മിടിക്കുന്നുണ്ടെങ്കിൽ അത് മതി നമുക്ക് എന്ത് ചെയ്യാന്, ഗ്രേറ്റ്ഫുൾ ആവാന്. അത് മതി നമുക്ക് എന്ത് ചെയ്യാന്, സന്തോഷിക്കാന്. അത് മതി നമുക്ക് എന്ത് ചെയ്യാന്, നമുക്ക് എല്ലാത്തിനും അത് മതി. ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഉള്ളതിൽ ഹാപ്പി ആവുക. ലൈഫിൽ ഞാൻ EMI കടം പോലുള്ള കാര്യങ്ങളൊന്നും മേടിക്കൂല. പിന്നെ ഇത് എപ്പോഴും നിങ്ങൾ അഫർമേഷൻ കൊടുക്കാം. എന്താണ്, ഐ ഓൾവേസ് ഹാവ് ഇനഫ് മണി ടു സ്യൂട്ട് മൈ നീഡ്സ്. എൻ്റെ ആവശ്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ അറിവുകൾ വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ അറിവ് നിങ്ങൾ ചോദിക്കുക, എൻ്റെ അറിവിന് ഇപ്പൊ എത്ര വാല്യൂ എനിക്ക് ഇടാൻ സാധിക്കും, എത്രയാണ് അതിന്റെ വെയിറ്റ്, ആ വെയിറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഇതിൻ്റെയൊക്കെ കോമ്പൗണ്ട് എഫക്റ്റ് ആയിട്ട് അതിന് കറക്റ്റ് ആക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലൈഫിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അല്ലാതെ എന്തില്ല സീക്രട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ താങ്ക് യു ആൾ. Okay. Thank you, Saif sir. Thank you so much. എല്ലാരും ഹാപ്പി അല്ലേ? ഇന്ന് നല്ല ലൈവ് മെഡിറ്റേഷൻ കിട്ടി, നല്ലൊരു സെഷൻ കിട്ടി. ഹാപ്പി അല്ലേ? Thank you very much. Wonderful. Thank you very much, sir. Thank you very much. Yeah, super. Thank you, sir. നല്ല ക്ലാസ്. Thank you so much. Thank you, Saif sir. ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. ആയിട്ടുണ്ട് അറിയാം, എന്നാലും ഫീഡ്ബാക്ക് മെഡിറ്റേഷന്റെ ആണെങ്കിലും സെഷന്റെ ആണെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പെട്ടെന്നാവാം. ആരെങ്കിലും ഉണ്ടോ? സംഭവം ഒരുപാട് പറയാനുണ്ട്, പക്ഷെ സമയം അധികരിച്ചുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ പറയാന്ന് കരുതി. താങ്ക് യു. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഫുൾ സർ പറഞ്ഞ പോലെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നവര് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്നാ മൈൻഡ് ചെയ്യാലോ അല്ലെ? Okay. Thank you all. Thank you, sir. Thank you, sir. Thank you all. Thank you. Thank you.